മതേതരമെന്നും ജനാധിപത്യപരമെന്നുമൊക്കെ പറഞ്ഞ് ആചാരവെടി പൊട്ടിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിന്റെ നെഞ്ചത്ത് കിടന്ന് സംഘടിത ശക്തികൾക്ക് അർമാദിക്കാൻ പാകത്തിലുള്ള അന്തരീക്ഷം ഒരുക്കിക്കൊടുത്തത് ഇവിടുത്തെ വോട്ടുബാങ്ക് രാഷ്ട്രീയമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശങ്ങൾ ഉറപ്പുതരുന്ന ഭരണഘടനയുള്ള രാജ്യത്ത് കൂടുതൽ വോട്ടുള്ളവൻ കൂടുതൽ സ്വീകാര്യനാവുകയോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ വോട്ട് ബാങ്ക് കുറവുള്ള സമുദായത്തിന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് അവരുടെ നെഞ്ചത്തോട്ട് നാഴികയ്ക്ക് 40 വട്ടവും മെക്കിട്ട് കയറുകയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമായ അതിക്രമിച്ചുകയറ്റങ്ങളും കാട്ടിക്കൂട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത ക്രിമിനലുകളെ നീതിബോധത്തിന്റെ കണിക പോലും ഇല്ലാതെ സംരക്ഷിക്കുകയും അതിക്രമത്തിന് ഇരയായവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം കനക്കുമ്പോൾ അറസ്റ്റിന്റെ പേരിൽ കപടനാടകം കളിക്കുകയും ചെയ്യേണ്ട പരമഗതികേടിലേക്ക് കേരള പോലീസ് തരം താണ് പോയിരിക്കുകയാണ്. അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കളമശ്ശേരിയിലെ മാർത്തോമാ ഭവൻ അതിക്രമത്തോട് അനുബന്ധമായി ഇപ്പോൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഞെട്ടിച്ചുള്ള ഈ അതിക്രമിച്ചു കയറൽ ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയായിരുന്നു. ക്രിമിനൽ ട്രസ്പാസിൽ ഉണർന്ന് പ്രവർത്തിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പ്രതികളെ പൊക്കേണ്ട നിയമപാലകർ കളമശ്ശേരിയുടെ ഇരുട്ടിൽ കടന്ന് തപ്പിക്കളിച്ചത് 3 ആഴ്ചയോളമായിരുന്നു. ദാണ്ടെ പ്രതികളെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും നിഷ്ക്രിയരായി പോവുകയായിരുന്നു നിയമപാലകർ. എന്നാൽ പ്രതിഷേധം കനക്കുകയും ക്രൈസ്തവ വോട്ടിൽ കണ്ണുനട്ട് അധികാര കസേര പിടിക്കാൻ കച്ചമുറുക്കി നടക്കുന്ന പാർട്ടികൾക്ക് അത് ക്ഷീണമാകുമെന്നുള്ള ഒരു അവസ്ഥ വന്നതോടെയാണ് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന സമർപ്പണത്തോടെ പോലീസിന്റെ മുമ്പിലെത്തിയ ചില പ്രതികളെ അറസ്റ്റ് ചെയ്ത് ആഘോഷമാക്കി ഉടൻ ജാമ്യത്തിൽ വിട്ടത്. തെറ്റ് നമ്മുടെ ഭാഗത്തായതിനാൽ നമ്മളിറക്കിയ പിള്ളേരെ അറസ്റ്റ് ചെയ്യുന്നതായിട്ടെങ്കിലും കാണിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുമെന്നതിനാൽ മുഖ്യ ഘടകകക്ഷിയുടെ താൽപര്യം സംരക്ഷിക്കാൻ മുന്നണി പാർട്ടി ഇനിഷ്യേറ്റീവ് എടുത്തപ്പോഴായിരുന്നു 70ഓളം പോന്ന ക്രിമിനലുകളിൽ 4 പേർ രംഗത്തെത്തി അറസ്റ്റ് വരിച്ചത്. കേരളമൊട്ടുക്കുമുള്ള ക്രിമിനലുകളാണ് കളമശ്ശേരിയിൽ അവതരിച്ചതെന്ന് മേമ്പൊടി റിപ്പോർട്ടും. പുറകെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ആശ്രമ സന്ദർശനവും അനുഭാവം കാട്ടലും. പുറകെ പ്രതികൾ ജാമ്യത്തിലിറങ്ങി രക്ഷപ്പെടുകയും ചെയ്തു, ശരിക്കും വീരവാദം മുഴക്കിക്കൊണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയായിരുന്നു ഉത്രാട രാത്രിയിൽ ഈ കാബാലികന്മാർ ആശ്രമ മതിൽ തകർത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. ക്രിമിനൽ മൈൻഡ് ബുദ്ധിയിൽ എഴുതപ്പെട്ട തിരക്കഥയ്ക്കനുസൃതമായി കാണേണ്ടവരെ കണ്ടതുപോലെ കണ്ടും കെട്ടേണ്ട ദമ്പടി കെട്ടിയും ആക്രമണത്തിന് ഇറങ്ങുന്നവർക്ക് കേരളത്തിൽ എന്തിനും കുശാല. മതില് പൊളിച്ച് റെഡിമെയ്ഡ് വീട് സെറ്റ് ചെയ്യുന്നതുവരെയല്ല, സൈറ്റിൽ പുല്ല് കിളിർക്കുന്നതുവരെ പോലും ഞങ്ങൾ അങ്ങോട്ട് എത്തിപ്പോലും നോക്കില്ലെന്ന് ഉറപ്പു നൽകിയാൽ ഏത് ഭീകരവാദിക്കും ഇവിടെ കിടന്ന് അഴിഞ്ഞാടാം, ഏത് പാവപ്പെട്ടവന്റെയും മുതുകത്തേക്ക് കയറാം. അന്നം മുടങ്ങുമെന്ന് പേടിച്ച് പ്രമുഖ മാധ്യമങ്ങൾ ചത്തതുപോലെ കിടക്കുമ്പോൾ ആർജവമുള്ള മാധ്യമങ്ങൾ വസ്തുതകൾ വെളിപ്പെടുത്തിയാൽ അത് വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള നീക്കമാണെന്ന് പറഞ്ഞ് അവരുടെ വായടപ്പിക്കാനും നീക്കങ്ങൾ ശക്തമാകുന്നു. വോട്ട് ബാങ്കിന്റെ പേരിൽ കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുന്ന പ്രീണന രാഷ്ട്രീയ സ്വാധീനത്താൽ നിസ്സഹായർക്ക് നേരെയുള്ള അഴിഞ്ഞാട്ടം തുടരാമെന്ന് രാഷ്ട്രീയക്കാരും പോലീസും ഗുണ്ടാ സംഘങ്ങളുമൊന്നും കരുതേണ്ട. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് തീർച്ച.